Tourist transport and tour operations. So first ക്ലാസ്സിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്താണ്, ടൂറിസം അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റവും എത്രത്തോളം ഇൻ്റർലിങ്ക്ഡ് ആണ്, അവ തമ്മിലുള്ള അസോസിയേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ റോഡ് ട്രാൻസ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് നോക്കാം. Waterways are an important mode of transportation for both passenger and cargo traffic around the globe. നമുക്കറിയാം, വേൾഡിൽ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള പീരീഡിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിരുന്ന ഒരു മോഡ് ഓഫ് അല്ലെങ്കിൽ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. നമ്മൾ പറഞ്ഞു, മാസ്റ്റഡ് ഷിപ്സിൽ നിന്ന് അല്ലെങ്കിൽ മാസ്റ്റഡ് വെസൽസിൽ നിന്നും ഇപ്പം നമ്മൾ കാണുന്ന ഈ വെരി സോഫിസ്റ്റിക്കേറ്റഡ് ക്രൂയിസ് ഷിപ്സിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പം വളരെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വേൾഡ് ട്രേഡ് നോക്കുകയാണെങ്കിൽ, അതായത് അന്താരാഷ്ട്ര വ്യാപാരം നോക്കുമ്പം ഓൾമോസ്റ്റ് 90% വാട്ടർ വേസ് അല്ലെങ്കിൽ ത്രൂ സീ അല്ലെങ്കിൽ യൂസിങ് ഷിപ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും വേൾഡ് ട്രേഡിനെ താങ്ങി നിർത്തുന്ന ഒരു പില്ലറാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഷിപ്സ് എന്ന് പറയുന്നത്, റൈറ്റ്. It is the cheapest means of transportation, most suitable for carrying heavy and bulky material. Cheapest in the sense, നമ്മൾ വെസൽസ് യൂസ് ചെയ്യുക, അതായത് ബോട്ടൊക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. പക്ഷേ ഷിപ്പിൻ്റെ കേസിൽ അത്രത്തോളം ചീപ്പറല്ല. പക്ഷേ ഈ കാർഗോ വലിയ രീതിയിലുള്ള ഗൂഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി സാധാരണ നമ്മൾ പറയാറുണ്ട് രണ്ട് രീതിയിൽ, ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ട്, അതുപോലെ ഓഷ്യനിക് വാട്ടർവേസ് ഉണ്ട്. ഇൻലാൻഡ് വാട്ടർവേ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലുള്ള ഉള്ളിലുള്ള ആഭ്യന്തര ജലഗതാഗതം ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഉള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള വേ ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയുന്നത്. ദെൻ ത്രൂ സീസ്, അതാണ് ഓഷ്യനിക് വാട്ടർവേസ് എന്ന് പറയുന്നത്. ഇൻലാൻഡ് വാട്ടർവേസ് നോക്കുകയാണെങ്കിൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഓൾമോസ്റ്റ് ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ട്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അത്രത്തോളം പോപ്പുലറുമാണ്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ചീഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ബിഫോർ ദി അഡ്വെൻറ്റ് ഓഫ് റെയിൽവേസ്. നമ്മൾ ഈ റെയിൽവേ സിസ്റ്റം അത്രത്തോളം ഫ്ലറിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് ആയിരുന്നു. പക്ഷേ ഇത്രത്തോളം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെസൽസ് അല്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ ഫെറി സർവീസസൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ വഞ്ചികളൊക്കെയാണ്. ഇന്ത്യ ഹാസ് 14,500 kilometers of navigable waterways, contributing about 1% to the country's transportation. അപ്പോൾ ഇന്ത്യയുടെ ഗതാഗത യോഗ്യമായിട്ടുള്ള ജലസ്രോതസ്സുകൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 14,500 kilometers ഉണ്ടെന്ന് പറഞ്ഞത് അതൊരു ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ കൺട്രീസ് ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ അബൌട്ട് 1 to 2% ആണ് ഇത് എന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞു, ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഉപയോഗയോഗ്യമായിട്ടുള്ള
ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണിത്. സോ ഇറ്റ് കംപ്രൈസസ് റിവേഴ്സ്, കനാൽസ്, ബാക്ക് വാട്ടേഴ്സ് എക്സെട്ര. അപ്പം പുഴകൾ, കനാലുകൾ, അതുപോലെ കായലുകൾ, ഇത്തരത്തിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും നമ്മൾ ഈ ഇൻലാൻഡ് വാട്ടർവേസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ റെഗുലേറ്റ് ചെയ്യുന്നതും ഈ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് നോയിഡയാണ്, ഉത്തർപ്രദേശിൽ. ഓക്കെ, ഇനി ഓഷ്യനിക് വാട്ടർവേസ് ആണ്, അതായത് ത്രൂ സീ. ഓഷ്യനിക് റൂട്ട്സ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ട്രാൻസ്പോർട്ട് സെക്ടർ ഓഫ് വേൾഡ് എക്കണോമി. ലോക സമ്പദ് വ്യവസ്ഥ നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് വേൾഡ് ട്രേഡ് നടക്കുന്ന 90% ത്രൂ ഷിപ്പാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഓഷ്യാനിക് വാട്ടർവേസ്, അല്ലെങ്കിൽ ത്രൂ സീ വഴിയുള്ള ഈ വ്യാപാരം എന്ന് പറയും. അതിന് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് വാസ്റ്റ് കോസ്റ്റ് ലൈൻ അബൌട്ട് 7,517 kilometers ഇൻക്ലൂഡിങ് ഐലൻഡ്സ്. നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കോസ്റ്റ് ലൈൻ ഉണ്ട്. സോ ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിന് വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജാണ്, ബൂസ്റ്റ് ചെയ്യുന്നത്. സെവറൽ മേജർ ആൻഡ് മൈനർ പോർട്സ് പ്രൊവൈഡ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദീസ് റൂട്ട്സ്. നമുക്ക് വേൾഡിൽ ഇഷ്ടംപോലെ മേജർ പോർട്സ് ഉണ്ട്, അതുപോലെ മൈനർ പോർട്സും ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ മേജർ പോർട്ടാണ് കൊച്ചി എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ മെയിനായിട്ട് ഈ ട്രേഡ് കൂടുതലായിട്ട് നടക്കുന്നത് നമ്മുടെ മേജർ പോർട്ടായിട്ടുള്ള കൊച്ചിയാണ്. ഇന്ത്യയിൽ അതുപോലെ ഒരുപാട് മേജർ പോർട്സ് ഉണ്ട്. നമ്മുടെ ചെന്നൈ ഉണ്ട്, പിന്നെ ഗുജറാത്തിലെ കണ്ട്ല, മുംബൈ, ഇത്തരത്തിലുള്ളതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് നടക്കുന്ന മേജർ പോർട്സാണ്. ഓക്കെ, ഇറ്റ് സ്മൂത്തൻസ് ദ വേ ഓഫ് ഫോറിൻ ട്രേഡ്. അതുപോലെ ഫോറിൻ ട്രേഡ് സ്മൂത്തൻ ചെയ്യുന്നു, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പാർട്ട് ഫ്രം ഇൻ്റർനാഷണൽ ട്രേഡ്, ദീസ് ആർ ഓൾസോ യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബിറ്റ്വീൻ ഐലൻഡ്സ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഈ ട്രേഡിന് പുറമെ ഐലൻഡ് ടു ഐലൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ടും അതുപോലെ ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ടും, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നതിനും ഈസി ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഓഷ്യാനിക് വാട്ടർവേസ് എന്ന് പറയുന്നത്. ഇനി എയർ ട്രാൻസ്പോർട്ടാണ്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം മോസ്റ്റ് പോപ്പുലർ എന്ന് പറയാം, അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നതും എയർ ട്രാൻസ്പോർട്ടാണ്. മൂവ്മെൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ ബൈ എയർക്രാഫ്റ്റ് സച്ച് ആസ് എയർപ്ലെയിൻസ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ്. അപ്പം എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ് അതുപോലെ കാർഗോ ത്രൂ എയർക്രാഫ്റ്റ്സ് ആണ്. ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എയർപ്ലെയിൻസ് ആണ്, ദെൻ ഹെലികോപ്റ്റേഴ്സ്. എയർ ട്രാൻസ്പോർട്ടേഷൻ ഹാസ് ബിക്കം പ്രൈമറി മീൻസ് ഓഫ് കോമൺ കാരിയർ ട്രാവലിംഗ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒന്ന് ഹൈ സ്പീഡാണ്. അപ്പം നമുക്ക് ഏതൊരു സ്ഥലത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന, ഏറ്റവും ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുന്ന ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്, അല്ലെങ്കിൽ വേ ഓഫ് ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ക്വിക്ക് സർവീസാണ്, അത് നമുക്കറിയാം. ദെൻ നോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ റൂട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ അല്ലെങ്കിലും റോഡ് ട്രാൻസ്പോർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആ റൂട്ടിന് ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നുള്ളതാണ്. പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ റോഡൊക്കെ വളരെ മോശമായിട്ടുള്ള
റോഡുകളാണെങ്കിൽ പ്രോപ്പർ മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം റെയിലായാലും അതുപോലെ റോഡായാലും നമുക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എയർ ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച് അത്തരമൊരു പ്രശ്നമില്ല. പിന്നെ ഈസി ആക്സസ് ആണ്, നോ ഫിസിക്കൽ ബാരിയർ, അതായത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ത്രൂ എയർ ആണ്. ദെൻ നാച്ചുറൽ റൂട്ടാണ്. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജസ്, ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം റിസ്ക് ആണ്. ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എപ്പോഴും. ഇപ്പം റിസ്കി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ മച്ച് റിസ്കിയർ, ബിക്കോസ് എയർക്രാഫ്റ്റ് ഒരിക്കലും നമുക്ക് 100% റിസ്ക് ഫ്രീ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം എയർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ റിസ്ക് ഫാക്ടർ ഇസ് സ്റ്റിൽ ദർ. പിന്നെ കോസ്റ്റ്ലി ആണ്. ഇപ്പം ഒരു പരിധി വരെ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് അഫോർഡബിൾ ആണ് എന്ന് പറയാമെങ്കിലും ദീർഘദൂര യാത്രകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റ്ലി ആണ്. ടിക്കറ്റ് ചാർജൊക്കെ വളരെ ഹൈ ആണ്. പിന്നെ സ്മോൾ ക്യാരിങ് കപ്പാസിറ്റി ആണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അതാണ്, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സിന് മാത്രമാണ് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ എയർക്രാഫ്റ്റിനും ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട്, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ എയർ ട്രാൻസ്പോർട്ട് പ്രോപ്പറായിട്ട് നടത്താനായിട്ട് ആവശ്യമാണെന്നുള്ളത്. ഇനി ഇന്ത്യയിൽ എയർ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്ത് 1932 നമുക്കറിയാം. വേൾഡിൽ റൈറ്റ് ബ്രദേഴ്സാണ് ആദ്യമായിട്ട് ഈ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വിമാനം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നത്. പക്ഷെ അതിന് ശേഷവും വലിയ രീതിയിലുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ഗ്രാജുവലായിട്ടാണ് ഈ ഏവിയേഷൻ സെക്ടർ ഡെവലപ്ഡ് ആയത്. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ 1932 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1953 നമ്മൾ ഇത് നാഷണലൈസ് ചെയ്തത്, അതായത് ദേശസാൽക്കരിച്ചത്. ദ എക്സിസ്റ്റൻസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് വാസ് ഓൺലി സിംബോളിക് ആൻഡ് പ്ലേ റിലേറ്റീവ്ലി സ്മോളർ റോൾ ഇൻ ദ എക്കോണമി ഓഫ് നേഷൻ. അതായത് ഇന്ത്യയിൽ 1932 സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിലും നാഷണലൈസേഷന് ശേഷമാണ്, അതായത് ആഫ്റ്റർ 1950s ശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ സെക്ടറിൽ ഉണ്ടായത്. ഓക്കെ, ഇന്ത്യയിൽ എയർ ട്രാൻസ്പോർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനാണ്. ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനാണ് മെയിനായിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആഭ്യന്തര വ്യാപാരം ത്രൂ എയർക്രാഫ്റ്റ്സ് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടൂറിസം സെക്ടർ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഈ എയർ ട്രാൻസ്പോർട്ട് വലിയ രീതിയിലുള്ളൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്നാണ് നമ്മുടെ റെയിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വേൾഡിലെ ഏറ്റവും വലിയ റെയിൽ നെറ്റ്വർക്കുകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പം റെയിൽ ട്രാൻസ്പോർട്ട് ഈസ് എ കോമൺലി യൂസ്ഡ് മോഡ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് റെയിൽ ട്രാൻസ്പോർട്ട് ഓൾ ഓവർ ദി വേൾഡ്. അപ്പം അതിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം നമ്മൾ ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽവേ സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് ബോംബെ താനെ ആയിരുന്നു. ഇന്ത്യ വി ഹാവ് ദ 4th ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. നമ്മളിപ്പം
ലോകത്തിലെ നാലാമത്തെ വലിയ റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഇൻ ദ നെയിം ഇന്ത്യൻ റെയിൽവേസ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയും ഇന്ത്യൻ റെയിൽവേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ടൂറിസ്റ്റ് ട്രെയിൻസ് ആണിത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പാലസ് ഓൺ വീൽസ്, റോയൽ രാജസ്ഥാൻ ഓൺ വീൽസ്, ഡെക്കാൻ ഒഡീസി, ഗോൾഡൻ ചാരിയറ്റ്, മഹാരാജാസ് എക്സ്പ്രസ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൊമോട്ടിംഗ് ടൂറിസം. അപ്പോൾ അത്രയും വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ട്രെയിൻസ് ആണുള്ളത്. ഇത് ഇനിയുണ്ട്. പിന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ പാസഞ്ചർ ട്രെയിൻസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഫെമിലിയർ നെയിംസ് ഉണ്ട്. നമുക്കത് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി റെയിൽവേയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡബിൾ ആണ്. എല്ലാവർക്കും ഈസിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ഓഫ് അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. ബെറ്റർ ഓർഗനൈസ്ഡ് ആണ്. അതായത് ഇപ്പം ലോകത്തിൽ ഏത് രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കൺട്രീസ് റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വെരി വെൽ ഓർഗനൈസ്ഡ് ആണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചീപ്പർ ട്രാൻസ്പോർട്ടാണ്. എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വേ ഓഫ് ട്രാൻസ്പോർട്ടാണ് റെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ സേഫ്റ്റിയാണ്. കമ്പയർഡ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി സേഫർ ഓപ്ഷനാണ്. പിന്നെ ലാർജർ കപ്പാസിറ്റിയാണ്. അതായത് ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ട്രെയിൻസ് ആണ്. റൈറ്റ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ ആണ്. അതായത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു മേഖലയാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പം ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു ഫീൽഡാണ്. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ഒരു റെയിൽവേ ട്രാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ റണ്ണിങ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യൻ റെയിൽവേ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാക്ക് മെയിൻ്റനൻസും അതുവഴി ഈ ട്രെയിൻ ഡിലേ ആവുന്നതുമാണ്. ഒരുപാട് മണിക്കൂറുകളോളം ചില സമയത്ത് ട്രെയിൻസ് എല്ലാം ഡിലേ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ട് അല്ല. അൺസ്യൂട്ടബിൾ ഫോർ സ്മോൾ ഡിസ്റ്റൻസസ് ആൻഡ് സ്മോൾ ലോഡ്സ്. ചെറിയ ഡിസ്റ്റൻസസ് ട്രാവൽ ചെയ്യുന്നതിന് റെയിൽവേ നമ്മൾ അല്ലെങ്കിൽ ട്രെയിൻസ് യൂസ് ചെയ്യണം എന്നില്ല. അതുപോലെ സ്മോൾ ലോഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റോഡ് വഴി വേറെ ഏതെങ്കിലും ട്രക്സിലൊക്കെ നമുക്ക് ഈ ചരക്കുകൾ കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട്, അതുപോലെ എയർ ട്രാൻസ്പോർട്ട്, ദെൻ റെയിൽ ട്രാൻസ്പോർട്ട്. ഇവ എന്താണെന്നും ഇവയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.